ഹലോ ഗൈസ്, ഇത് അൺബോക്സിങ് വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കളർ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനത്തെ ക്രയോൺസ് എടുക്കണമായിരുന്നു. ഇച്ചിരി കൂർപ്പുള്ള ക്രയോൺസ് ഇതിനകത്താണ് പുതിയതാണ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്നു. നേരത്തെ കാണിച്ച ക്രയോൺസിന് എന്താ വെച്ചിട്ട് മൂർച്ചയും കാര്യങ്ങളും ഒന്നുമില്ല. അത് മാത്രമേ ഞാൻ കട്ടർ ഇതിപ്പോൾ കാണിച്ച ഈ കട്ടർ ഷാർപ്പ്നറല്ലത്, ഈ കാണിച്ച കട്ടർ വെച്ചിട്ട് മുറിച്ച് പരിവായി. പക്ഷെ അതിൽ മുറിച്ചിൽ കളറും വരുന്നില്ല. കുറേ ഇതായതല്ലേ, എൻ്റെ എത്ര 10th ബർത്ത്ഡേക്ക് അങ്ങോട്ട് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പം ഇത് എന്നാൽ പിന്നെ അൺബോക്സും കൂടെ ചെയ്തേക്കാമെന്ന് ഞാൻ വെച്ചു. പിന്നെ കത്രിക ഉണ്ടായിരുന്നു, കട്ടറും എടുത്തിരിപ്പുണ്ടായിരുന്നു. രണ്ടും കൂടെ എന്നെ സഹായിച്ചു, മുറിച്ചു. പിന്നെ ഒരു കൊതുക് ഇവിടെ ചുറ്റിക്കുറിച്ച് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് പോവുകയാണ് ഗൈസ്, കണ്ടോ. അപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു. വീണ്ടും ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് പോകാൻ പോവാണ്, കണ്ടോ. വീണ്ടും വന്നു. അപ്പോൾ ഇതാ നമ്മളിത് മുറിക്കുകയാണ്. അപ്പം സെലോ ടേപ്പാണല്ലോ ഫുൾ. അപ്പം അത് മുറിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു ഐറ്റം കിട്ടും. അതെ, നമ്മുടെ സ്വന്തം കളർ, അത് ക്രയോൺസ്, അത് ഫുഡി കളർ കണ്ടെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. പിന്നെന്താണ്, സെലോ ടൈപ്പ് വലിച്ചു വരയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഫുഡി കളർ വന്നേ. അപ്പം നമുക്ക് ഇതിനകത്ത് എത്രയും ഞാനെടുത്തൊരു സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളതാണ്, പക്ഷേ ഡബിൾ ലൈൻ ഉണ്ടായിരുന്നു. ലൈൻ മീൻസ് ഇങ്ങനെ സ്ട്രെയിറ്റ്, അതെങ്ങനെ ഞാൻ പറയും, ഇങ്ങനെ ഓരോന്ന് വെക്കില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതിനെ അടച്ചു വെച്ചു. ഇതാണ് മെയിൻ. അപ്പം ഞാൻ എല്ലാം എളുപ്പം ചെയ്യുന്നുണ്ട്. പിന്നെ 2 റേസർ ഉണ്ടായിരുന്നു, 2 ഷാർപ്പ്നർ ഉണ്ടായിരുന്നു. ഷാർപ്പ്നർ നല്ല രസമുണ്ട്, നല്ല ടെഡിയുടെ ഉണ്ടായിരുന്നു, ടെഡിയുടെ ആയിരുന്നു. പിന്നെ അത് സെലോ ടൈപ്പാണ്, ഞാനത് കളയാൻ വേണ്ടിയിട്ടുള്ള തിരക്കത്തില്ല. പിന്നെ എക്സോടെ ഒരു പെൻസിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സും പിന്നെന്താണ് കളർ പെൻസിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ കാണിക്കാനായിട്ട്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ പാക്കും കവറും ഒക്കെ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ പാക്കും. ആ പാക്ക് ചെയ്ത് വന്നിരിക്കുന്ന അത് അതിൻ്റെ ഹാഫില്ല കവറിൻ്റെ. ആരും എലിയൊന്നും കണ്ടിട്ട് പോയതല്ല കേട്ടോ, അങ്ങനെയാണിത്. പിന്നെ ക്രയോൺസ് 12 ഷെയ്ഡ് ഉണ്ടായിരുന്നു. ക്രയോൺസ് മീൻസ് പെൻസിൽ കളർ പെൻസിൽ. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് പൊള്ളിയാണ്, പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അടുത്ത വർഷം കൊണ്ടുപോയിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. അല്ല, അടുത്ത വർഷം ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്. പിന്നെ എല്ലാ സംഭവം ഉണ്ട്, കോമ്പസ് ഉണ്ട്, സെറ്റ് കവർ ഉണ്ട്, റേസർ ഉണ്ട്, ഷാർപ്പ്നർ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.